Hey guys! So, ഇന്ന് ഡേ 4 ആണ് ഓഫ് അവർ സെക്കൻഡ് ബോർഡ് പ്രിപ്പറേഷൻ സീരീസ്. അപ്പോൾ നമ്മൾ ഡേ 4 ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ചായി എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടായില്ല. അപ്പം അതുകൊണ്ടാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഡേ 5, ഡേ 6, ഡേ 7 എല്ലാം ഞാൻ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ പ്രിപ്പറേഷൻ വീഡിയോസും എല്ലാം നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതെ കാണണം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ലെസൺസ് ആണ്. അഗെയിൻ ഫ്രം മാത്സ്, സർക്കിൾസ്, ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ഈ 3 ലെസൺസും ഈസി ലെസൺസ് ആയതുകൊണ്ട് തന്നെ ഒരു 3 മണിക്കൂറിൽ തീർക്കാമെന്നായിരുന്നു പ്ലാൻ. അപ്പം ആദ്യം നമ്മൾ സർക്കിൾസ് വെച്ചിട്ട് തുടങ്ങി എല്ലാ എക്സാമ്പിൾസും അതുപോലെ എല്ലാ എക്സസൈസസും എല്ലാം ചെയ്യായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് വെരി എക്സൈറ്റഡ്. കാരണം ഈസി ലെസൺസ് ആണ്, പിന്നെ കുറച്ച് എന്താ പറയുക എനിക്ക് ഇഷ്ടമുള്ള ലെസൺസ് ആണ്. അപ്പോൾ എല്ലാം സോൾവ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പാട്ടെല്ലാം വെച്ച് നല്ല സെറ്റാക്കി ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ സർക്കിൾസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. ബിക്കോസ് അപ്പോഴത്തേക്കും ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായി. പിന്നെ നമ്മൾ വന്നിട്ട് വീണ്ടും ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസിലേക്കാണ് വന്നത്. സർക്കിൾസ് തന്നെ ആയതുകൊണ്ട് 2 ലെസൺസും നമ്മൾ അത്ര ഡിഫറൻസ് തോന്നൂല കേട്ടോ. സർക്കിൾസ് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട്. അപ്പം സെക്കൻഡ് ലെസണും ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ചെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. മുമ്പ് ഞാൻ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ, ഒരു വീക്ക് മുമ്പേ കണ്ട്. അപ്പം ഞാൻ ആ ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ക്വസ്റ്റ്യൻസ് എല്ലാം വേഗം സോൾവ് ചെയ്തിട്ട് പിന്നെയാണ് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോയത്. സ്റ്റാർട്ട് ചെയ്യും ഭയങ്കര ഒരു ഈസി ലെസൺ തന്നെയാണ്. പക്ഷേ കാൽക്കുലേഷൻ തെറ്റിയാൽ അവിടെ പഴിച്ചു. കാരണം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ലെസൺ അല്ലേ. അപ്പം ഈസി ആണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഈ വലിയ കാൽക്കുലേഷനൊക്കെ എക്സാമിന് വരികയാണെങ്കിൽ നമ്മൾ അവസാനത്തെ സ്റ്റെപ്പ് വരെ ചെയ്തിട്ട് ഫൈനൽ കാൽക്കുലേഷൻ അവിടെ വെച്ചിട്ട് പോയാലും 4 മാർക്ക് കിട്ടുന്നുള്ളതുകൊണ്ടും ഭയങ്കര കോൺഫിഡൻസ് ഉള്ളൊരു ലെസൺ കൂടിയാട്ടോ ഇത്. അപ്പോൾ ഞാനൊരു മീനിൻ്റെ ക്വസ്റ്റ്യനാണ് ചെയ്തത്. അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ബാക്കിയെല്ലാം കാണിച്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു പോയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ സമയം ഉണ്ടായില്ല. പിന്നെ സ്റ്റോറേജും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പാട്ടൊക്കെ ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സ്റ്റോറേജ് തീർന്നു എന്ന്. സോ അതുകൊണ്ടാട്ടോ ബാക്കിയുള്ളതൊന്നും ആഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. സോ തൽക്കാലം ഇന്ന് ഇതുവരെ പഠിച്ചു. പിന്നെ ഒരു സമാധാനത്തിന് പഠിച്ച എല്ലാ ലെസൺസും ടിക്ക് കിട്ടും. ഇനി നമുക്ക് 2 ലെസൺസാണ് ബാക്കിയുള്ളത്. അതിൻ്റെ വീഡിയോയും അതുപോലെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.